ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം ഭാഗമായ 7 കാഹളങ്ങൾ എന്ന വിഷയം നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 12, 13, 14 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന 4-ാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിന് സമാന്തരങ്ങളായ 7 ഭാഗങ്ങളുണ്ടെന്നും ഓരോ ഭാഗവും യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവ് മുതൽ 2-ാം വരവിനും ഇടയ്ക്കുള്ള സഭാ കാലയളവിൽ നടക്കുന്ന സംഭവങ്ങൾ 7 വ്യത്യസ്ത വിഷയങ്ങളോട് ബന്ധപ്പെടുത്തി വരച്ചു കാണിച്ചിരിക്കുകയാണെന്നും നാം മനസ്സിലാക്കിയതാണ്. ഈ 4-ാം ഭാഗത്തിൻ്റെ വിഷയം സഭ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് കടക്കാം. 12-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവരുടെ കാൽക്കീഴ് ചന്ദ്രനും അവരുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. അപ്പോൾ മുമ്പ് കണ്ട ദർശനങ്ങൾ പോലെ ഒരു കാഴ്ചയല്ല ഇപ്പോൾ സ്വർഗത്തിൽ കാണുന്നത്. വലിയൊരു അടയാളം, എ ഗ്രേറ്റ് വണ്ടർ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഒരത്ഭുത കാഴ്ച. വസ്ത്രം ധരിക്കുന്നത് പോലെ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ, ചന്ദ്രനിലാണ് അവൾ കാല് ചവിട്ട് നിൽക്കുന്നത്. 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം തലയിൽ അണിഞ്ഞിരിക്കുന്നു. അത്ഭുതകരമായ ഈ കാഴ്ച നമ്മെ എത്തിക്കുന്നത് പഴയ നിയമത്തിലെ ജോസഫ് കണ്ട ഒരു സ്വപ്നത്തിലേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. അവൻ മറ്റൊരു സ്വപ്നം കണ്ട് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ ഈ കണ്ട സ്വപ്നമെന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണും എന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. മകന്റെ സ്വപ്നം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ യാക്കോബിന് കാര്യം മനസ്സിലായി. ഇവിടെ യാക്കോബിന്റെ വാക്കുകളിൽ നിന്നും യോസഫ് കണ്ട സ്വപ്നത്തിലെ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നു. യാക്കോബും യോസഫിന്റെ അമ്മയായ റാഹേലും യോസഫിന്റെ 11 സഹോദരന്മാരും. അപ്പോൾ യോഹന്നാൻ സ്വർഗത്തിൽ കാണുന്ന ആശ്ചര്യകരമായ ഈ ദർശനത്തിലെ സൂര്യൻ യാക്കോബും ചന്ദ്രൻ യാക്കോബിന്റെ ഭാര്യ റാഹേലും 12 നക്ഷത്രങ്ങൾ യോസഫിനെ കൂടെ കൂട്ടി 12 മക്കൾ. യോസഫ് സ്വപ്നത്തിൽ കണ്ടത് 11 നക്ഷത്രങ്ങളാണല്ലോ. മഹത്വപൂർണയായി സ്വർഗത്തിൽ കാണുന്ന ഈ സ്ത്രീ ഇസ്രായേലിന്റെ പ്രതീകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന അനേക ഭാഗങ്ങൾ വചനത്തിൽ നമുക്ക് കാണാം. 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യെശയ്യാ 54-ന്റെ 1-ാം വാക്യം. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇസ്രായേലിനെ ഒരു കന്യകയായി യെരമ്യാ പ്രവചനം 31-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേരോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. സിയോൻ പുത്രി എന്ന് ഇസ്രായേലിനെ വിളിച്ചിരിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. മീഖ 4-10. സിയോൻ പുത്രിയെ ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്കാം. ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും. അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഉദ്ധരിക്കും. സ്വർഗത്തിൽ അപ്പസ്തോലൻ കാണുന്ന തേജസ്വരൂപിണിയായ ഈ സ്ത്രീ യേശുവിൻ്റെ അമ്മയായ മറിയമാണെന്ന് കത്തോലിക്കാർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അവൾ ഒരു ശിശുവിനെ ജന്മം നൽകുവാൻ അടുത്തിരിക്കുന്നു. നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിക്കുകയാണ്. ഇതും പ്രതീകാത്മകമായി മനസ്സിലാക്കണം. ലോകരക്ഷകനെ ഭൂലോകത്തിലേക്ക് അവതരിപ്പിക്കുവാൻ തക്കവിധം ഇസ്രായേൽ ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
സാമൂഹ്യവും രാഷ്ട്രീയവും മതപരവുമായ പരിതസ്ഥിതികൾ ഇസ്രായേലിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തേജോരൂപിയായ ഇസ്രായേൽ എന്ന സ്ത്രീയിൽ നിന്നും ഒരു ശിശു ജനിക്കാറായിരിക്കുന്നു. 3-ാം വാക്യം, സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അപ്പസ്വലൻ നേരത്തെ കണ്ടതുപോലെ മറ്റൊരു അത്ഭുത കാഴ്ച ഇപ്പോൾ വീണ്ടും കാണുകയാണ്. തീ നിറമുള്ളൊരു മഹാസർപ്പം. ഇവൻ ആരാണെന്ന് വളരെ വ്യക്തമാണ്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ് എന്ന 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജ്യമുടിയുമുള്ള ഒരു മഹാഭീകര രൂപിയായിട്ടാണ് അവൻ കാണപ്പെടുന്നത്. 7 തല അവന്റെ വലിയ ബുദ്ധിശക്തിയെയും ജ്ഞാനത്തെയും ഭൗതികമായ മറ്റെല്ലാ കഴിവുകളെയും കാണിക്കുന്നു. 10 കൊമ്പ് അവന്റെ വലിയ ശക്തിയെയും അധികാരത്തെയും നാശം വിധിക്കുന്നതിനുള്ള അവന്റെ വലിയ കഴിവിനെയും കാണിക്കുന്നു. 7 രാജമുടി അവന്റെ വാഴ്ചയെയും രാജ്യത്വത്തെയും കാണിക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവമെന്ന് പൗലോസ് അപ്പോസ്തലൻ അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. യോഹന്നാൻ 12:31 ഈ ലോകത്തിന്റെ പ്രഭു എന്ന് അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. 4-ാം വാക്യം, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായി സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവരുടെ മുമ്പിൽ നിന്നു. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. നക്ഷത്രങ്ങൾ ദൂതന്മാരെയാണ് നക്ഷത്രങ്ങളെന്ന് പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നതെന്ന് നേരത്തെ നാം കണ്ടതാണ്. യോബ് 38:6, ന്യായാധിപന്മാർ 5:20 ഈ വാക്യങ്ങളൊക്കെ നേരത്തെ നാം വായിച്ചു കഴിഞ്ഞു. മഹാസർപ്പം സ്വർഗത്തിലെ ദൂതന്മാരിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അവന്റെ വാലാണ് ദൂതന്മാരെ വലിച്ചുകൂട്ടി എറിഞ്ഞു കളഞ്ഞതെന്ന് പറഞ്ഞിരിക്കുന്നു. തല ഉപയോഗിച്ചല്ല, വാൽ ഉപയോഗിച്ച്. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി കഠിന ശ്രമമോ ബുദ്ധിയോ ഒന്നും പ്രയോഗിക്കാതെ വളരെ ഈസിയായി ദൂതന്മാരിൽ ഒരു വിഭാഗത്തെ വശീകരിച്ച് ദൈവത്തിൽ നിന്നും അകറ്റി വീഴിച്ചു കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിശാചിന്റെ ദൂതന്മാർ, പാപം ചെയ്ത ദൂതന്മാർ, ദുഷ്ടാത്മസേന, ഭൂതങ്ങൾ, ഇങ്ങനെ പല പേരുകളിൽ ദൈവവചനത്തിൽ ഇവയെ കാണുന്നു. വെളിപ്പാട് 12:7-8, മത്തായി സുവിശേഷം 25:41, 2 പത്രോസ് 2:4, എഫേസ്യർ 6:12, ലൂക്കോസ് 8:30 ഈ വാക്യങ്ങളിൽ നമുക്ക് ഈ പേരുകൾ കാണാം. ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. മത്തായി 25:41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഇവയെ പ്രത്യേകമായി തരംതെറ്റ് പഠിപ്പിക്കുവാൻ തക്കവിധം വചനത്തിൽ തെളിവുകളില്ല. അതുപോലെ സാത്താന്റെ ഉത്ഭവം, അവൻ ദൂതന്മാരെ വീഴ്ച കളഞ്ഞത്, ഇവയൊക്കെ എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും വചനത്തിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സാത്താന്റെ ഉത്ഭവത്തെക്കുറിച്ചായിരിക്കാം എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ചില വചനഭാഗങ്ങൾ ഞാൻ വായിക്കാം. യെശയ്യാ 14:12 മുതൽ 15 വരെ വാക്യങ്ങൾ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇത് ബാബിലോന്യ രാജാവിനെ കുറിച്ച ഒരു പ്രവചനമാണ്. തൻ്റെ പ്രതാപത്തെയും പ്രൗഢിയെയും കുറിച്ച് സ്വയം അഹങ്കരിച്ച് ദൈവകോപത്തിന് ഇരയായിത്തീർന്ന രാജാവിനെ കുറിച്ച്. ഇതുപോലെ തന്നെ സോൾ രാജാവിനെ കുറിച്ച് യെഹെസ്കേൽ പ്രവാചകൻ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. യെഹെസ്കേൽ 28:13 മുതൽ 16 വരെ വാക്യങ്ങളിൽ നമുക്കത് കാണാം. പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്നു. കാരണം
1 തിമോഥെയോസ് 3:6 അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും വരുത്. ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നത് സ്വയം അഹങ്കരിച്ച് ദൈവത്തോട് മറുതലിച്ച് തള്ളപ്പെട്ടു പോയ ദൂതനായിരിക്കാം സാത്താൻ എന്ന്. നമ്മുടെ പഠന ഭാഗത്തേക്ക് മടങ്ങി വരാം. പ്രസവിപ്പാറായി സ്ത്രീ പ്രസവിച്ചാൽ ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. സ്ത്രീ പ്രസവിക്കുന്നത് നോക്കി മഹാസർപ്പത്തിന്റെ ഈ കാത്തുനിൽപ്പ് എപ്പോൾ തുടങ്ങിയെന്ന് കൃത്യമായി പറയുവാൻ കഴിയില്ല. 33:15 വീണുപോയ മനുഷ്യവർഗത്തിന് സ്ത്രീയുടെ സന്തതിയെ ദൈവം വാഗ്ദത്തം ചെയ്തതു മുതൽ അവന്റെ ഈ കാത്തുനിൽപ്പ് തുടങ്ങിയെന്ന് നമുക്ക് വിചാരിക്കാം. 5-ാം വാക്യം: അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. നോവ് കിട്ടിയ സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടി. സങ്കീർത്തന പുസ്തകത്തിൽ 2:7 മുതൽ 9 വരെ വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ഒരു നന്മയും പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്: നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഇവിടെ ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ ഉടയ്ക്കും, അവരെ തകർക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അവരുടെ മേൽ ന്യായവിധി നടത്തുന്നതിനെ കുറിച്ചാണ്. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനും അവരുടെ മേൽ ന്യായവിധി നടത്തുവാനുമായി ഇസ്രായേലിൽ നിന്നും ഉത്ഭവിച്ചു വന്ന ഇവൻ യേശുക്രിസ്തു ആണെന്നുള്ളതിന് ആർക്കും സംശയമുണ്ടാകില്ല. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ കുട്ടി പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കയാൽ ഈ 2 സംഭവങ്ങളും തൊട്ടു നടക്കുന്നതാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ക്രിസ്തു ജനിച്ചു ഉടനെ സ്വർഗാരോഹണം ചെയ്തില്ല എന്ന് നമുക്കറിയാം. തന്റെ ജനനം മുതൽ പുനരുത്ഥാനം വരെ 33.5 വർഷവും അതിനുശേഷം ദൈവരാജ്യത്തെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ട് 40 ദിവസവും ഭൂമിയിൽ താൻ ഉണ്ടായിരുന്നുവെന്ന് വചനം വ്യക്തമായും പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ എഴുതിയിരിക്കുന്നത്? 4-ാം വാക്യം കൂടി ചേർത്ത് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീ പ്രസവിച്ചാൽ ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിൽക്കുകയായിരുന്നു. സ്ത്രീ പ്രസവിച്ചു. കുട്ടിയെ തിന്നുകളയുവാൻ സർപ്പത്തിന് കഴിഞ്ഞില്ല. മാത്രമല്ല, കുട്ടിയുടെ ജീവിതകാലത്തോ മരണത്തെങ്കിലോ അവനെ തൊടുവാൻ സാത്താന് കഴിഞ്ഞില്ല. കുട്ടി പെട്ടെന്ന് ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. കുട്ടി എടുക്കപ്പെട്ടത് ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയത് 2 സ്ഥലത്തേക്കാണ്. ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. റോമർ 8:34 ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ദൈവത്തിന്റെ അടുക്കലിരിക്കുന്നു. ഇത് ആശ്ചര്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കരുതെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിതാവിന്റെ മഹത്വത്തിൽ അവനോട് ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. അവൻ തന്റെ രാജ്യത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കാം. ഒരു വാക്യം നോക്കാം. സക്കറിയാവ് 6:12-13 വാക്യങ്ങൾ. ഈ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മുള എന്നു പേരുള്ള പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാനമന്ത്രണമുണ്ടാകും. ഇശായിയുടെ കുറ്റിയിൽ നിന്നും പുറപ്പെട്ട മുളയെന്നു പേരുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെയും അതിൻ്റെ അധികാരിയായിരുന്ന മഹാസർപ്പത്തെയും ജയിച്ച് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുമ്പോൾ തന്നെ രാജാവായി സിംഹാസനത്തിൽ ഇരുന്ന് വാഴുകയുമാണ്. പിതാവായി ദൈവം
അവനെ സ്വർഗസിംഹാസനത്തിൽ ഇരുത്തിയതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എഫേസ്യർ 1:21 മുതൽ 23 വരെ വാക്യങ്ങൾ. സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മീതെ ആധിപത്യവും മഹത്വവും രാജ്യത്വവും പ്രാപിച്ചിരിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനെ സഭയുടെ തലയായും വെച്ചിരിക്കുന്നു. മടങ്ങി വരാം. 6-ാം വാക്യം. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലമുണ്ട്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. പ്രതീകാത്മകമായ ഈ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രയാണം ചെയ്തതിനെയാണ്. പുറപ്പാട് 15:22 വാക്യം. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്താൽ സാത്താന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട ദൈവത്തിന്റെ ഇസ്രായേലായ ദൈവസഭ സ്വർഗ കനാനിലേക്കുള്ള പ്രയാണത്തിൽ ഈ ലോകമാകുന്ന മരുഭൂമിയിലായിരിക്കുകയാണ്. സഭയ്ക്ക് ഈ ലോകം മരുഭൂമി അനുഭവമാണല്ലോ. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. 1260 ദിവസം. ഇത് സഭാ കാലയളവിന് പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്ന സംഖ്യയാണെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല 42 മാസം, 3.5 വർഷം, 3.5 ദിവസം ഇവയെല്ലാം അതേ കാലഘട്ടത്തിന് വ്യത്യസ്ത നിലകളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. അവളെ പോറ്റേണ്ടതിന് ദൈവവചനത്താലും കൃപാവരങ്ങളാലും മറ്റെല്ലാ ആത്മീയ ശുശ്രൂഷകളാലും പരിപോഷിപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയെ പോറ്റിപ്പുലർത്തുന്നു. 7-ാം വാക്യം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുന്ന ഈ സന്ദർഭം ഏതാണെന്ന് വ്യക്തമായി നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെയും മരണത്തെയും ജയിച്ച് സ്വർഗത്തിൽ ആധിപത്യവും മഹത്വവും രാജ്യത്വവും പ്രാപിച്ചു വാഴാൻ ആരംഭിച്ചിരിക്കുന്ന സമയം. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടും അവരുടെ ദൂതന്മാരോടുമാണ് യുദ്ധം ചെയ്തത്. മീഖായേൽ സ്വർഗത്തിലെ ദൂതസൈന്യത്തിന്റെ ലീഡറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവൻ എന്ന് ദാനിയേൽ 10:13 ഇസ്രായേലിന്റെ പ്രഭു എന്ന് ദാനിയേൽ 10:21 ഇസ്രായേലിന് തുണ നിൽക്കുന്ന പ്രഭു എന്ന് ദാനിയേൽ 12:1 കാണുന്നു. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ നടന്ന യുദ്ധത്തിൽ സാത്താനും അവന്റെ ദൂതന്മാരും പരാജയപ്പെട്ടു. യുദ്ധാനന്തരം സ്വർഗത്തിലും ഭൂമിയിലും എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഈ പഠനം ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ക്രൈസ്തലോ.